അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ദിനം പ്രതി ആളുകൾ കടന്നു വരികയാണ്. ഇസ്ലാമിൻ്റെ അതിമഹത്തരമായ സുന്ദരമായ ആശയങ്ങൾ കണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അത്ഭുതപ്പെട്ട് ഞെട്ടിപ്പോവുകയാണ്. അവരുടെ സ്വയം ഇച്ഛപ്രകാരമാണ് കൂടുതൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇസ്ലാമിനെ പരിപൂർണമായി പഠിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ വിശാലത കണ്ട് ഒരുപാട് ആളുകൾ, കാരണം പ്രത്യേകിച്ച് ഇസ്ലാമിൽ ഒരാളെയും ഒരു കയ്യിൽ വാളും മറ്റൊരു കയ്യിൽ ഖുർആൻ പിടിച്ച് ബദരസി ഇസ്ലാമിലേക്ക് ഒരിക്കലും ആളുകളെ ക്ഷണിക്കാൻ വിശുദ്ധ ഖുർആൻ പറയുന്നത് ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ കീർത്തനയില്ല. ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാനോ നിർബന്ധിച്ച് ദീനിലേക്ക് വിളിക്കാനോ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബത്തുൽ കിറാമിൻ്റെ ചരിത്രങ്ങൾ നോക്കുമ്പോൾ പ്രവാചകൻ്റെ സുന്ദരമായ സ്വഭാവങ്ങൾ കണ്ട് നോക്കൂ. ഒരു വീട് വിൽപ്പന ചെയ്യുന്ന ഒരു സഹോദരൻ പറയുന്ന വളരെ പൊളിഞ്ഞു പോകുന്ന വീടിന് വലിയ വില പറയുമ്പോൾ അയാൾ ചോദിച്ചു, ഈ ചെറിയ വീടിന് ഇത്രയും വില എന്തിനാണ്? അയാൾ പറഞ്ഞു, ഇതിൻ്റെ ചുറ്റു പരിസരം ഒന്ന് നോക്ക്, ഇവിടെ കാണുന്ന എല്ലാ വീടുകളും മുസ്ലിമുകളുടേതാണ്. കാരണം ഈ വീട് നീ എടുത്താൽ തീർച്ചയായും ഒരു ദിവസം പട്ടിണി കിടക്കേണ്ടി വരില്ല. നിൻ്റെ പള്ള നിറയാതെ ഇവർ ഭക്ഷണം കഴിക്കാത്തവരാണ്. നിനക്കെന്ത് പ്രശ്നം വന്നാൽ നിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. നിനക്ക് കവാടം തുറന്ന് കിടന്നാൽ പോലും ഒരു പേരും പേടിക്കണ്ട. കാരണം നിൻ്റെ ഭാര്യ മക്കൾക്കോ കുടുംബത്തിനോ അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലേക്കോ ഒരു ഉപദ്രവം ഉണ്ടാവും. ഇവരെല്ലാം ഒരു കാവൽക്കാരെ പോലെയാണ്. അത്രയും വില കൂടുതൽ പറയാൻ ഇതിൻ്റെ പരിസരത്തിന് അത്രയും വിലയാണ്. കാരണം അത്രയാണ്. അയൽവാസികളുടെ സ്വഭാവം കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് സംഭവ ചരിത്രങ്ങളുണ്ട്. അയൽവാസികൾ മുസ്ലിമായപ്പോൾ ആ മുസ്ലിമുകളായ അയൽവാസികളുടെ സ്വഭാവം കണ്ട് ഇന്ന് നമ്മുടെ സ്വഭാവങ്ങൾ കാണുമ്പോൾ ഇസ്ലാമിലേക്ക് വന്നവർ പോലും തിരിച്ചോടിപ്പോകും. അത്രയും മോശപ്പെട്ട ആളുകളായി ഒരു നാമധാരി മുസ്ലിമുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പരിശുദ്ധമായി ഇസ്ലാമിൻ്റെ ശൈലി കണ്ട് ഒരു ക്രിസ്ത്യ മതവിശ്വാസിയായ ഒരു പോലീസുകാരൻ കെരിയിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന അതിസുന്ദരമായ ഒരു ദൃശ്യമാണ് ഈ അടുത്ത് കണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്, ദീനിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായി ഇസ്ലാമിൻ്റെ ആ രീതിയിൽ തന്നെ വളരാനും അത് മുറുകെ പിടിച്ച് ജീവിക്കാനും അതിൽ നമ്മുടെ ഖൽബിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ അള്ളാഹു നമ്മേവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.